ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല എന്ന ലൂക്കയുടെ 21:33 യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊരു കർത്താവ് പറഞ്ഞത് നിലനിൽക്കും. പൂവ് കൊഴിയുന്നു, പുഷ്പം കരിഞ്ഞു പോകുന്നു, എന്നാൽ എൻ്റെ വചനം നിലനിൽക്കുമെന്ന് യെശയ്യായുടെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വചനം ദൈവമാണ്, അത് നാശമില്ലാത്തതാണ്. അതുവഴിയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. വചനം ദൈവമാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:1 നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിക്കുകയും പഠിക്കുകയും അതിൽ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തമ്പുരാനുമായിട്ട് നമ്മൾ അഭേദ്യമായൊരു ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ്. നശിക്കാത്ത ദൈവവചനത്തെയാണ് നീ ശരണപ്പെടേണ്ടത്. അതിലാണ് നിന്നെ തന്നെ നീ ഉറപ്പിക്കേണ്ടതെന്ന് മറന്നു പോകാതിരിക്കാം. ആമേൻ.